ഇപ്പോഴിതാ വയനാട് ജില്ലയിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, വയനാട്ടിൽ കനത്ത മഴ കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടരുകയാണ്. നാളെയും അവിടെ തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ അവധി, അല്ലേ? തീർച്ചയായും വിജയകുമാർ, മഴ മുന്നറിയിപ്പ് ഉള്ള സാഹചര്യത്തിൽ ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അംഗൻവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴ ശക്തമല്ല, പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാകുന്ന ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ കുറവുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മഴയുടെ ആശങ്ക നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്. യെസ്, വയനാട്ടിലും അവധി പ്രഖ്യാപിച്ചതോടെ 6 ജില്ലകളിലാണ് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.